ബൈബിളിലൊരു കോട്ടുണ്ട്, കല്യാണത്തോടു കൂടി പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുന്നു എന്നാണ് പറയുന്നത്. അതായത് മാതാപിതാക്കളെ വിട്ടു, പിന്നെ അവൻ വേറൊരു ഫാമിലിയാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ ഒരു മാസമൊക്കെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാം, അതിനുശേഷം അവർ വേറെ തിരിഞ്ഞ് അവരുടെ ഫാമിലി ആയിട്ട് അവർ ജീവിക്കട്ടെ. ഈ അവൈലബിലിറ്റി കുറയും തോറുമാണ് ഈ പ്രശ്നങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിരിഞ്ഞല്ല, ഒരിക്കലുമല്ല. ഞങ്ങളുടെ ഫാമിലിയില് ഞങ്ങള് നന്നായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഈസ്റ്റർ, വിഷു, ഓണം അങ്ങനെയുള്ള ഓരോ സെലിബ്രേഷൻ ഓരോരുത്തരുടെ വീട്ടിലാണ്. 3 ആൺമക്കളാണ്. 3 ആൺമക്കളുടെ വീട്ടിൽ ഓരോ സെലിബ്രേഷൻ. മരുമകള് വലിയ കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ എവിടെയാണെങ്കിലും നമ്മൾ തുറന്നു പറയും. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്വഭാവമാണത്. നമ്മളുടെ അഭിപ്രായം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞിരിക്കും. അപ്പൊ ഇവിടെ വന്നപ്പോ മൂവാറ്റുപുഴ വന്നപ്പോ അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരു ഓർത്തഡോക്സ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉറക്കെ ഇല്ല. വേണ്ടാത്തടത്തല്ല, നമ്മൾ ഒരു അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ തൃശ്ശൂർക്കാർക്ക്. പക്ഷെ നമ്മളെല്ലാവരും നോക്കായിട്ട് കാണുന്നതാണ്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതായത് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിഷു അമ്മ, ക്രിസ്മസ് അച്ഛൻ, അങ്ങനെയല്ല. നമ്മൾ അവരും കൂടെ ചേർന്നല്ലേ നമ്മള്. ഒരിക്കലും ഭാര്യയായിട്ട് ചേർന്ന് ഓടുക എന്നുള്ളതല്ല. ഇവരൊക്കെ നമ്മള് പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, അടിച്ചു പിരിയുക എന്നല്ല. ഇതേ സമയം നമുക്കൊന്നും പറ്റി അവരോട് വരില്ല. കുറച്ച് നാളുകളായിട്ടേ അമ്മായിയമ്മ എല്ലാ പ്രശ്നം ഈ ഭാര്യയും ഭർത്താവും മാറി താമസിച്ചിട്ട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും, ദൈവമേ ഒരു അമ്മായിയമ്മയോ നാത്തൂനോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ ശരിയാവൂലോ. പക്ഷെ അതുമല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങള്. പക്ഷെ അമ്മായിയമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു മാരിറ്റൽ ഏജ് ഒരു 20 അല്ലെങ്കിൽ ഒരു 15 മേലെയുള്ള കേസുകളില് അമ്മായിയമ്മ പ്രശ്നമാണ്, മരുമകള് പ്രശ്നമാണ്. സ്വാതന്ത്ര്യത്തിൽ കടക്കുന്നു. കുട്ടികളെ എങ്ങനെയല്ല വളർത്തുക, ഇപ്പോഴത്തെ ജെന്റിൽ പാരന്റിങ്, പണ്ടത്തെ ട്രഡീഷണൽ പാരന്റിംഗിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കുട്ടികൾ എങ്ങനെയാണോ വളർത്തുക, അവരിപ്പോഴാണോ എണീക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ശക്തമാണ് എന്നുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് സാറേ ഈ അമ്മായിയും മരുമകളും തമ്മിൽ മാത്രമല്ല പ്രശ്നം. ഈ ടീനേജുകളില് അമ്മയും മോളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് കുറെ കാലങ്ങൾ നിലനിൽക്കില്ല. കാരണം ഒരു 4-5 വർഷം കഴിഞ്ഞാൽ പഠിക്കാൻ പോകും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇത് ഇരട്ടിയായിട്ട്, കാരണം അവിടെ കുറെ കാലഘട്ടങ്ങൾ കൂടുതൽ വരുമ്പോ ഇരട്ടിയായിട്ട് അപ്പുറത്ത് വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.